ഒരു കാര്യം റിച്ച് ആവാനും ഒരു ഇടത്ത് കുറേ ആളുകൾ ജീവിക്കാനും വൃത്തികേട് അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല, ഒരിക്കലുമല്ല. മാലിന്യം അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല. മനുഷ്യന് ജീവിത സാഹചര്യങ്ങൾ കക്കൂസ് പോലും ഇല്ലാത്തൊരു സാഹചര്യം വേണമെന്ന് നിർബന്ധം ഉണ്ടാർക്കില്ല. ഇല്ല. അതൊക്കെ മാറണമെന്ന് അവിടെ ജീവിക്കുന്നവർക്ക് ആഗ്രഹമല്ലേ? നമുക്ക് ഏത് മോശത്തിലും നന്മയുടെ അംശങ്ങൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളോ അവിടെ ഉണ്ടാക്കുന്ന തൊഴിലിനെ കുറിച്ചൊക്കെ പറയാം. ഇതൊക്കെ നല്ല സാഹചര്യം കൊടുത്താലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ആ നല്ല സാഹചര്യത്തിൽ ഇതൊക്കെ തുടർന്നാൽ മതി. ഫുഡ് ഹാബിറ്റ്സ് നമ്മുടേത് അത്ര ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ഇല്ല. നമ്മൾ ഈ ചോറിന്റെ ഒരു കൂമ്പാരത്തിന്റെ വക്കുകളിൽ കൂടെ കുറെ കറി നിരത്തി വെച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ലോകത്തൊരിടത്തും അങ്ങനെ കഴിക്കുന്നില്ല. ഒരു നദിയിലൊരു മൃതദേഹം കണ്ടാൽ നമ്മുടെ പോലീസ് അവിടെ ഉണ്ടാവും, അതൊരു അന്വേഷണമാവും, വാർത്തയാകും, അവിടെ പലവിധ കാര്യങ്ങളാകും. ആ മൃതദേഹം ആരുടേതെന്നും എന്തുകൊണ്ട് അവിടെ മൃതദേഹം വന്നു എന്നും കണ്ടുപിടിക്കുന്നിടം വരെ നമ്മൾ ഉറങ്ങില്ല, അല്ലേ? സമൂഹം പോലും അതിൻ്റെ പുറകെ നിൽക്കും. അവിടെ അങ്ങനെയല്ല. നിങ്ങൾ വാരണാസിയിൽ ചെന്നാൽ ചിലപ്പോൾ ഗംഗയെ കൂടെ പല മൃതദേഹങ്ങളും ഒഴുകുന്ന കാണാം, ആർക്കും വേണ്ടാതെ. ഇന്ത്യ ശരിക്കും എന്തുമാത്രം എക്സൈറ്റിംഗ് ആണ് ഒരു ട്രാവലർ എന്നുള്ള നിലയ്ക്ക് സർ? ഇപ്പോൾ, അതായത് ഞാൻ കുറേ ലോകം കണ്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. കാരണം ഇത്രയും വെറൈറ്റി. പിന്നെ രണ്ട്, നമ്മൾ ഈ ആധുനികതയുടെ അങ്ങേറ്റം മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കാണും. ചിലപ്പോൾ അത് ഈ ലോക നിലവാരത്തിൻ്റെ ചില സൂചനകൾ പലയിടത്തും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചി മെട്രോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇനിയും വൃത്തിയായിട്ട് വേണം. ആദ്യത്തെ ഒരു ശുഷ്കാന്തി ഒന്നും ഇപ്പോൾ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, ഈ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഊരാളുങ്കൽ. ഈ ഊരാളുങ്കലിന്റെ ഒരു കൾച്ചറൽ സെന്റർ തിരുവനന്തപുരത്തുണ്ട്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അതിമനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവർ ചെയ്യുന്ന ഇത്തരം ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രൊഫഷണലി മാനേജർ, അത് കോഴിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ പഴയ കുഞ്ഞാലിമരക്കാരുടെ ആ സ്ഥലത്ത് ഗംഭീരമായ ഒരു ആർട്ട് വില്ലേജ് ഉണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങൾ വളരെ ഗംഭീരമായിട്ട് വേൾഡ് ഒരു ലോക നിലവാരത്തിൽ നിർമ്മിക്കുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെ മാതൃകയാക്കിയാൽ മതി ബാക്കി സ്ഥലങ്ങളൂടെ. ഇപ്പോൾ വേറെ ഇത് സംശയമാണ് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഇടയിൽ ഇപ്പം കേരളത്തിലാവട്ടെ നമുക്ക് പാശ്ചാത്യ സംസ്കാരം എല്ലാത്തിലും അനുകരിക്കുന്നൊരു പ്രവണത പൊതുവേ ഉണ്ട്. ഇപ്പം അതിപ്പോൾ സ്കിൻ കെയറിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ചെയ്താൽ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് നമുക്ക് കിട്ടുമെന്നും, അതേപോലെ തന്നെ ഭക്ഷണ രീതിയിലാണെങ്കിലും തന്നെ നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയും കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് ഓട്സ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിം ആവുമെന്നും, അങ്ങനെ പല പല എണ്ണക്കണക്കിന് കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ അവിടെയൊക്കെ പോയി കണ്ടിട്ട് ഇത്രയും അനുഭവമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പൊള്ളയായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കാര്യങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ ഓരോ ക്രീം വിറ്റ് പോകാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പോകാനും വേണ്ടിയിട്ട്? കാരണം ഓരോ നാട്ടിനും കൊടുത്തിട്ടുള്ള തനതായ രീതികളും കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു നാട്ടിൽ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യുമ്പം അതിനൊരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അതിൽ? അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഫുഡ് ഹാബിറ്റ്സ് നമ്മുടേത് അത്ര ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ ചോറിന്റെ ഒരു കൂമ്പാരത്തിന്റെ വക്കുകളിൽ കൂടെ കുറെ കറി നിരത്തി വെച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ലോകത്തൊരിടത്തും അങ്ങനെ കഴിക്കുന്നില്ല. അവരുടെ മെയിൻ ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും മെനുവിൽ കാണിക്കുന്നത് മുഴുവൻ പ്രോട്ടീൻ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ ഒരു ലിസ്റ്റാണ്. മനസ്സിലായില്ലേ? അതിൽ സൈഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ കാർബ്സ്. എന്തെങ്കിലും മറ്റേത് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. കാർബോന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അവർ ചോദിക്കും എന്നിട്ട് എടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടേ, മാഷ്ഡ് പൊട്ടറ്റോ വേണോ, അതോ റൈസ് വേണോ, അതോ ബ്രെഡ് എന്തെങ്കിലും വേണോ, സ്ലൈസ്ഡ് ബ്രെഡ് വേണോ. അതൊരു സെക്കൻഡറി ഓപ്ഷനാ. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ബീഫ് സ്റ്റേക്ക് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എന്താണ് മഷ്റൂം അല്ലെങ്കിൽ ഫിഷിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ സീ ഫുഡ്, ഇങ്ങനെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാം പ്രോട്ടീൻ ബേസ്ഡാണ്. അവരുടെ ഫിസിക്കും വ്യത്യാസമില്ലേ? ഈ ഇന്ത്യയിലുള്ളത്തോളം പ്രമേഹ രോഗികൾ ലോകത്ത് വേറെടുത്തും ഇല്ല. കേരളത്തിലുള്ളിടത്തോളം പ്രമേഹ രോഗികൾ വേറെ ഇല്ല. നമ്മളിത്രയും ആശുപത്രിയിൽ പോയി ഇടിച്ചു കയറുന്ന ജനം ഒന്നാലോചിച്ച്, ഒരു ദിവസം ശരാശരി നല്ലൊരു ഭേദപ്പെട്ടൊരു രോഗമാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും നല്ല ഒരു ഹൈടെക് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ അഡ്മിറ്റ് ആയാൽ അത്യാവശ്യം നല്ല രോഗമാണെങ്കിൽ ദിവസം 1 ലക്ഷം രൂപ വീതം പോകും. തീർച്ചയായിട്ടും ഇല്ലേ? ഒരാഴ്ച കിടന്ന 7 ലക്ഷം രൂപ പോകാന്ന് പറഞ്ഞാൽ എന്നിട്ടും അവിടെ ഇടിക്ക് കുറവുണ്ടോ? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയേ, അവിടെ രാവിലെ അങ്ങ് OP തുറക്കുമ്പോഴേ അവിടെ ജനപ്രളയമാണ്. അത് കാണിക്കുന്നത് എന്താ? നമ്മൾ ഈ തിന്നുന്നതിൻ്റെ അത്രയും കൊണ്ടുപോയി അവിടെ പൈസ കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇത്ര ഇടിയില്ല അവിടെ. കാരണം അവിടെ മിനിമം ആളുകൾക്ക് ഡെയിലി അപ്പോയിൻമെന്റ് കൊടുക്കുകയുള്ളൂ. അവിടെ രോഗം വന്നാൽ നിങ്ങൾ ക്യൂ നിൽക്കണം, ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോയിൻമെന്റ് എടുക്കണം. ഇതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചിന്തിക്കും? രോഗം വരാതിരിക്കാൻ പരമാവധി നോക്കും.
അവരവരുടെ ഡയറ്റ് മലയാളികളോട് ചോദിച്ചു നോക്കിയറിയാം. അവിടെ ചെല്ലുന്ന മലയാളികൾ ഈ പറഞ്ഞ തൊഴിൽ അന്വേഷിച്ച് പോകുന്നവരല്ലേ പറയാം, അവിടെ സെറ്റിലായ മലയാളികളോട് ചോദിച്ചറിയാം, അവർ വളരെ ശ്രദ്ധിച്ചാണ് അവരുടെ ഫുഡൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു രോഗം ജലദോഷം പോലും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്ത് അവർ കെയർഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഞാൻ പറഞ്ഞ ചില ക്രീമുകൾ അതൊക്കെ അതിപ്പോൾ ഞാൻ ഈയിടെ ബീഹാറിൽ മീൻസ് ജാർഖണ്ഡിലുണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ്. ജാർഖണ്ഡിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ചന്തയിൽ പോയി, നാട്ടുചന്തയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഒരു പല സാധനങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു നാട്ടു ചന്തയാണ്. ഇപ്പോഴും അങ്ങനത്തെ ചന്തകൾ നാട്ടും പുറത്തുണ്ടെന്നുള്ള അത്ഭുതമാണ്. ഞാനത് കാണാൻ വേണ്ടി തന്നെ പോയതാണ്, ഷൂട്ട് ചെയ്തതാണ്. അവിടുത്തെ ഒരു പ്രധാന സാധനം എന്താ അറിയോ വിൽക്കാൻ വെച്ചിരിക്കുന്നത്? കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് വാറ്റിയെടുത്ത് ചെറിയ ചെറിയ കുപ്പികൾക്കകത്താക്കിയ എന്തോ ഒരു തൈലം. അത് ഇവൻ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട് അവിടെ, അതിൽ കൂടെ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകാവുന്ന ഗുണഗണങ്ങൾ അതിന് മുമ്പിൽ ആളുകളുണ്ട്, അത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാധനം നുറുക്ക് വിദ്യകൾ, ഞൊടുക്ക് വിദ്യകൾ, ക്രീമുകൾ, പെരട്ടുന്ന സാധനങ്ങളൊക്കെ പറയുന്നത് വിദേശിയുടെ മാത്രമല്ല, നമ്മുടെ നാട്ടും പുറത്തെ ഗ്രാമചന്തയിൽ പോലും ഉണ്ടായിരുന്നു. ഈ മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ലാടവൈദ്യന്മാർ വരും ഈ വഴിയരികിൽ ഇത് വിളിച്ചു പറഞ്ഞ് നടുവേദനയ്ക്കിത്, അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്കിത്, അല്ലെങ്കിൽ മുഖത്തെ പാടുകൾ മാറാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ഇവർക്കറിയാം. പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധനവ് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് അവരുടെ സൈക്കോളജി, അവരെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, അവരെ എങ്ങനെ ആകർഷിക്കാം എന്നൊക്കെ ഇവർക്കറിയാം. അതിനൊക്കെയുള്ള സാധനം ഇറക്കിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് പറ്റിയൊരു വസ്ത്രം ഇറക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട ഒരു ക്രീം അവർ കണ്ടുപിടിക്കുന്നത്. ആ വസ്ത്രം അങ്ങനത്തെ ഒരു വസ്ത്രവും ആ വിലക്കുള്ള വസ്ത്രവും അല്ലെങ്കിലും കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല. നമ്മൾ വെറിയുടെ നമ്മൾ പൈസയല്ല നമ്മുടെ പ്രശ്നം, നമുക്ക് എങ്ങനെ നമ്മളെ നന്നാക്കാം നമ്മൾ ചിന്തിക്കുന്നു. നന്നാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ, നന്നാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹവും മനുഷ്യനുണ്ട്. നന്നാവുക എന്നുള്ളതല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് നോക്കി കഴിച്ചാൽ പോലും നമ്മുടെ ഭക്ഷണ രീതി അപ്പോൾ ഹെൽത്തി അല്ല എന്നാണോ? അളവ് നോക്കി കഴിച്ചാൽ ഹെൽത്തിയാണ്. അളവ് അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ പ്രൊപ്പോർഷൻസ് മാറ്റണം. നിങ്ങൾ ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് നമ്മളെ ഈ പറഞ്ഞ ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ തരുന്നൊരു പാത്രമില്ലേ, അത്രയും ചോറും അവിയലും കുറച്ച് വെജിറ്റബിൾസും ഒരു ഫിഷും കുറച്ച് മാംസവും ഒക്കെ കഴിച്ചു നോക്കിയേ, നിങ്ങളുടെ തടി കുറയും, പ്രമേഹം കുറയും. അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ കാപ്പി കുടിക്കുന്ന മധുരം ഇടാതെയാണ്. കട്ടൻ കാപ്പി മധുരം ഇടാതെ കുടിക്കുന്നതാണ് അവരുടെ ശീലം. ബഹുഭൂരിപക്ഷം വരും, അപൂർവം ആളുകളെ ഉള്ളൂ അതിനകത്ത് കൊണ്ട് പഞ്ചസാര ഇടുന്നത്. നിങ്ങൾ കാപ്പി എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലാത്ത സാധനം അവിടുത്തെ കടകളിൽ കിട്ടും. നമ്മളോ? നമ്മൾ ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. ചായ എന്ന് പറയുന്ന ഒരു പുഡിങ് പോലെ, അല്ലെ എന്താ പറയുന്ന ഒരു പായസം പോലെ അല്ലേ നമുക്ക്. അതിനകത്ത് ഇടാവുന്നതൊക്കെ ഇടും, മസാല ഇടും, പഞ്ചസാര കണ്ടവാനം ഇടും, പാലൊഴിക്കും, ഒരു കുറുകി കിട്ടണം നമുക്ക് ചായ. ഇതൊക്കെ രുചികരമാണ്, പക്ഷേ എനിക്കും ഇഷ്ടമാണ് ഇതൊക്കെ. പഴംപൊരിയും ചായയും 4 മണിയാകുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും? അല്ലല്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചകളും അനുഭവങ്ങളും ആണ് പ്രധാനമായിട്ട് എൻ്റെ പ്രയോറിറ്റി. മനുഷ്യരുടെ ജീവിതമാണ്. ഞാൻ ആദ്യകാലത്ത് കൂടുതലും ഹിസ്റ്ററി, ആർക്കിടെക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഇപ്പം നിങ്ങളെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് മനസ്സിലേക്ക് ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ വരുന്നത് എന്താണ്? ഒരു ടവറൊക്കെയാ വരുന്നത്, കെട്ടിടങ്ങളല്ലേ? അതെ. ആർക്കിടെക്ചർ അല്ലേ? അതെ. അല്ലേ? ആർക്കിടെക്ചർ ഇല്ലാത്ത ഒരു ന്യൂയോർക്കോ അമേരിക്കയോ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് അതിന് ചൈനയുടെ ഉൾനാടുമായിട്ട് വ്യത്യാസമുള്ളത്? അതെ, ശരിയാണ്. ഒരു വ്യത്യാസമില്ല. കൃഷിയിടങ്ങൾ എല്ലായിടും ഒരുപോലെയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൽ നിന്ന്, ഒരു സംസ്കാരത്തെ മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് വേർതിരിക്കുന്നത് മനുഷ്യൻ നിർമ്മിച്ച ഈ നിർമ്മിതികളാണ്. ഇത് പലരും ചിന്തിക്കാതെ കെട്ടിടം കാണിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട് സഞ്ചാരം കണ്ടിട്ട്. ഈ കെട്ടിടങ്ങൾ വേണ്ട രീതിയിൽ കാണാത്തത് കൊണ്ടും കെട്ടിടത്തിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടും അതിന്റെ ആർക്കിടെക്ചർ ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. അതാണ് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഏക സാധനം. പിന്നെയുള്ള മനുഷ്യനും മനുഷ്യന്റെ സ്വഭാവങ്ങളും. ഈ മനുഷ്യന്റെ സ്വഭാവം മുഴുവൻ നമുക്ക് സഞ്ചാരത്തിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും തന്റെ സ്വഭാവം ഒന്ന് കാണിക്കുന്ന പറഞ്ഞ് ക്യാമറ കൊണ്ട് വെക്കാൻ പറ്റുമോ? അപ്പൊ അവന്റെ സ്വഭാവം കാണിക്കും. ശരിയാണ്. അപ്പൊ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞത്
എൻ്റെ ആദ്യഘട്ടം അതായിരുന്നു. ഇപ്പോൾ ഈ ലോകത്ത് കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ബ്ലോഗേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കെട്ടിടം തന്നെയല്ല, മലയാളത്തിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ന്യൂയോർക്കിൻ്റെ ഏതുതരം വീഡിയോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഈ കെട്ടിടം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളും അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ ആ ഒരു നഗരാസൂത്രണത്തിൻ്റെ ഇതൊക്കെ ഒത്തിരി ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതിൽ കുറച്ചുകൂടെ കൂടുതൽ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെ, അവർ എന്ത് ഭക്ഷണം കഴിക്കുന്നു, അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഇപ്പം ഞാൻ പയ്യെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഏത് സാധനവും നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം 90s ഇറങ്ങിയ കാറുകൾ, 90s ലോക നിലവാരമുള്ള കാറുകൾ, ടൊയോട്ടയുടെ അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസിൻ്റെ ഒക്കെ കാറുകൾ 90s ഇറങ്ങിയത് അന്നത്തെ നല്ല കാറുകളല്ലേ. അന്നത്തെ ഏറ്റവും കോടീശ്വരന്മാർ വാങ്ങിയ 90s കാറുകൾ ഏതെങ്കിലും അന്ന് മോശമാണെന്ന് അവരാരും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അതേ കോടീശ്വരന് 90s കാർ ഇന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ അവരെന്ത് പറയും? പോരാ, നടക്കിയല്ലെന്ന് പറയും, വേറെ സാധനം കൊണ്ടുവരാൻ പറയും. അപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഓരോ ദിവസവും ഓരോ മാസവും അവൻ്റെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ 10 കൊല്ലം മുമ്പത്തെ മൊബൈൽ ഫോൺ അന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു അല്ലേ. അന്നൊരു പുതിയ ഫോൺ ആരെങ്കിലും സമ്മാനമായിട്ട് തന്നാൽ നിങ്ങൾക്ക് ആ സർപ്രൈസിനോ അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെന്റ് ഒരു കുറവില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ പഴയ ഫോൺ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിലും ഈ മാറ്റം വരണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ പ്രേക്ഷകർ അതിനൊരു തടസ്സമാകുന്നുണ്ട് പലപ്പോഴും. സഞ്ചാരത്തിൻ്റെ ആ പഴയ രീതി, പഴയ ശൈലി, പഴയ ശബ്ദം, പഴയ അവതരണ രീതി തന്നെ വേണമെന്ന് ഞാനൊരു ചെറിയ മാറ്റം കൊണ്ടുവരുമ്പോൾ പോലും ആളുകൾ ഇങ്ങനെ ശടിക്കുന്നുണ്ട്. അതെന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം ഞാൻ അതിൽ മാറ്റം വരണം, മാറ്റമില്ലാത്ത ഒന്നുമില്ല. പരീക്ഷണങ്ങൾ നമ്മൾ നടത്തണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മൾ അതിലൊരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ പോലും നമ്മളുടെ ഒരു സ്ഥിരം പ്രേക്ഷകർ പലരും അതിനെ എതിർക്കുന്നത് കാണുമ്പോൾ ഞാനൊരു കൺഫ്യൂസ്ഡാണ്. അത് മാറണം. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസ്, എൻ്റെ ഇവിടുത്തെ സിസ്റ്റങ്ങൾ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് എല്ലാം നവീകരിക്കുന്നില്ല, കാലത്തിനനുസരിച്ച് മാറ്റുന്ന ആളാണ്. ഇപ്പം ഞാനൊരു 10 കൊല്ലം മുമ്പ് പണിത കെട്ടിടം പോലെയല്ല ഇപ്പോൾ ഒരു കെട്ടിടം പണിയുക. 5 കൊല്ലം പണിത ഒരു ആർക്കിടെക്ചർ ശൈലി ആയിരിക്കില്ല ഇപ്പം ഞാൻ ഒരെണ്ണം പണിയുമ്പോൾ ഉണ്ടാവുക. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. നമ്മുടെ പ്രോഗ്രാംസ്, നമ്മളുടെ ഏത് കണ്ടന്റും ആ ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കണം. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരം വരണം, ശൈലി മാറണം, നമ്മൾ പുതിയത് പഠിച്ച് അതിനനുസരിച്ച് മാറണം, നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം. ഈ ഇന്നോവേഷൻസ് വന്നാലല്ലേ ആളുകൾക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ പറ്റുള്ളൂ. ഇല്ലേ പഴയ വയസ്സന്മാർ മാത്രം കാണുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറും. അതെ, പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതിയിലൂടെ സഞ്ചാരം അല്ലെങ്കിൽ സഫാരി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ മാറ്റത്തിന് അനുവദിക്കണം. അല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര ജീവിച്ചിരുന്നതുകൊണ്ട് മാത്രം ഈ സഫാരി സഞ്ചാരം ഉണ്ടാവില്ല. ചിലർ ചോദിക്കും നിങ്ങൾക്ക് ശേഷം ആര് ചെയ്യുന്നു? ഇങ്ങനെയാണെങ്കിൽ അതിന് ശേഷം ആരും ചെയ്യേണ്ടി വരില്ല. അപ്പൊ മാറ്റം അനുവദിക്കണം എന്നാണ് നമ്മൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതിനകത്തൊരു ശബ്ദം മാറുമ്പോൾ പോലും ആളുകൾ ഇതല്ല ഞങ്ങളുടെ ശബ്ദം, ഇങ്ങനെയല്ല ഞങ്ങളുടെ ശബ്ദം, ഇങ്ങനെയല്ല ഞങ്ങളുടെ സഞ്ചാരം എന്ന് പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ടീമാകെ അപ്സെറ്റ് ആകുക. അപ്പോ അതെ, അത് ശരിയാ. ചേഞ്ചസ് ഇൻഎവിറ്റബിൾ, അത് നമ്മള് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു മാറ്റം നമ്മൾ അതിന് തയ്യാറാവണം. ഇപ്പൊ സഞ്ചാരിയുടെ ഡയറക്ടർ പോകുന്ന പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റുന്നതിനെ കുറിച്ച് പോലും ഒരു എപ്പിസോഡിൽ ഞാനത് മാറ്റി ചെയ്താൽ അപ്പോഴേ നെഗറ്റീവ് പ്രതിഷേധമാണ് പ്രേക്ഷകരുടെ. ഞങ്ങളുടെ ഡയറക്കുറിപ്പ് ഇങ്ങനെയല്ല, ആ വനത്തിന്റെ പശ്ചാത്തലത്തിൽ കിളികളുടെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് കേൾക്കണം. അങ്ങനെ തന്നെ വേണമെന്നില്ല എക്കാലവും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പം നമുക്കിപ്പം സാറിന് ഇഷ്ടമുള്ള ഒബ്വിയസ്ലി ഏതെങ്കിലും ട്രാവൽ വ്ലോഗ്സ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പുതുമ നമ്മുടെ സഞ്ചാരത്തിൽ കൊണ്ടുവരണമെന്ന്? ഞാൻ പറഞ്ഞല്ലോ, പുതുമ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്നതിനെ കോപ്പി അടിക്കണമെന്നല്ല. നമുക്ക് തന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. അതിൽ പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടുവരണം. ഒരു കൊളാബറേഷൻ പോലെ എന്തെങ്കിലും? ഇല്ല, അതിന് പരീക്ഷണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തൂടെ ഒരു സഞ്ചാരമാണ്. അത് എൻ്റെ ശബ്ദത്തിലാണ് ഞാനത് ചെയ്തത്. അത് മില്യൺസ് കണ്ട പരിപാടി, 1 മില്യൺ അടുത്ത ആൾക്കാർ കണ്ടതാണ് ആ എപ്പിസോഡുകളെല്ലാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ആളുകൾ വേറൊരു കമ്മ്യൂണിറ്റി അത് കാണുന്നുണ്ടെന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ സഞ്ചാരം ആ രീതിയിൽ മാറ്റാൻ അതിന്റെ പ്രേക്ഷകർ തയ്യാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സഞ്ചാരം പയ്യെ ഒരു സൈഡിൽ വെച്ചിട്ട് പുതിയ പരിപാടികൾ വേറെ പരിപാടികളായിട്ട് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അതിന്റെ തുടക്കമായിരുന്നു ഈ കേരള സ്റ്റോറി. അത് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആ മട്ടിൽ നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാം. അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ സഞ്ചാരം ഒരു കാലഹരണപ്പെട്ട പരിപാടിയായിട്ട് പോകും.
ഓക്കെ, അത് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക വേണം, പ്രേക്ഷകരുടെ അടുത്താണ്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിദേശയാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇടയ്ക്കൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇന്ത്യ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം, ഞങ്ങൾ വെറുതെ പറയാറുണ്ട്. അപ്പം ഇന്ത്യ ശരിക്കും എന്തുമാത്രം എക്സൈറ്റിംഗ് ആണ് ഒരു ട്രാവലർ എന്നുള്ള നിലയ്ക്ക് സാറിന്? എനിക്ക് ഏറ്റവും ഇപ്പോൾ, അതായത് ഞാൻ കുറേ ലോകം കണ്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന നാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ. കാരണം ഇത്രയും വെറൈറ്റി. പിന്നെ രണ്ട്, നമ്മൾ ഈ ആധുനികതയുടെ അങ്ങേറ്റം മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കാണും ചിലപ്പോൾ. അത് തീർച്ചയായിട്ടും തനി ഗ്രാമീണതയുടെയും എല്ലാ റിയൽ ലൈഫ് എക്സ്പീരിയൻസും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പോലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമുണ്ട്. എന്നാൽ മോഡേണൈസേഷൻ്റെ കാഴ്ചകളുമുണ്ട്, ഭക്ഷണത്തിൻ്റെ വൈവിധ്യമുണ്ട്, മനുഷ്യജീവിതത്തിൻ്റെ, കൃഷിയുടെ, അവരുടെ ഗോത്രജീവിതങ്ങളുടെ ഒക്കെ വെറൈറ്റി കാഴ്ചകൾ, അനുഭവങ്ങൾ തരുന്നതാണ് ഇന്ത്യ. അത് ലേ ലഡാക്കിൽ കാണുന്നതല്ല കാശ്മീർ കന്യാകുമാരി കാണുന്നത്, നമ്മൾ അരുണാചൽ പ്രദേശിൽ കാണുന്നതല്ല ഗുജറാത്തിൽ കാണുന്നത്. അപ്പം ഇതും മനുഷ്യർ, അവരുടെ സംസ്കാരങ്ങൾ, ജീവിത രീതി, ഭക്ഷണ വൈവിധ്യം, ഇതെല്ലാം ടോട്ടലി ഡിഫറൻ്റ് അല്ലേ? അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനത്തെ സാധനം ലോകത്തില്ലല്ലോ. പിന്നെ ഉള്ളത്, നമ്മളിപ്പോൾ ചൈനയിൽ ചെന്നാൽ പോലും ചൈനയിലെ മനുഷ്യർ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഭാഷയൊക്കെ അവിടെ വ്യത്യാസമുണ്ട്. മൻഡാരിനല്ല എല്ലായിടത്തും സംസാരിക്കുന്നത്, എല്ലായിടത്തും ഒരേ തരം ഭക്ഷണമല്ല. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. 10-60 എത്നിക് ഗ്രൂപ്പുകളുണ്ട് ചൈനയിൽ. നമ്മൾ നോക്കുമ്പോൾ എല്ലാം ചൈനക്കാർ ഒരേപോലെ ഇരിക്കും തോന്നുമെങ്കിൽ ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചൈനയിൽ അടുത്ത ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നൊരു രാജ്യം ഇതൊക്കെയാണെങ്കിലും ചൈനയാണ്. കാരണം ചൈനയും ഇതുപോലെ തന്നെ ധാരാളം വൈവിധ്യമുള്ളതാണ്. ഇപ്പോൾ സാർ ഇതൊരു റൗണ്ടായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയുമ്പം മേ ബി ആ സ്ഥലത്തിനെ പറ്റിയോ അവിടുത്തെ ഭക്ഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യത്തിനെ പറ്റിയോ സാർ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മനസ്സിലുള്ള എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെ പറ്റിയെന്ന് ഞാൻ കുറച്ച് സെൽഫിഷ് ആവുകയാണ്, ഞാൻ പറഞ്ഞു പോവാണ്. നമുക്ക് കാശ്മീരിന് തുടങ്ങാം. കാശ്മീരിനെ പറ്റി സാറിൻ്റെ ഒരു എന്താ പറയുക അവലോകനം എന്താണ് മൊത്തത്തിൽ? കാശ്മീർ അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു. ഇനിയും അത് മനോഹരമാക്കാൻ പറ്റണമെങ്കിൽ ഒന്ന്, അത് ഒരു 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഇരുന്നതെന്നുള്ള പടങ്ങൾ എടുത്ത് നോക്കണം. എങ്ങനെയാണ് മുമ്പേ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നാട്ടിൽ ആ നാടിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഇപ്പോഴും കുറേ അവശേഷിക്കുന്നുണ്ട് അവിടെ ആ പഴയ കാശ്മീരി ശൈലിയിലുള്ള ബിൽഡിങ്ങുകൾ. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോൾ സ്വിറ്റ്സർലൻഡ് ആണെന്ന് നമുക്ക് തോന്നുന്നത് ആ കെട്ടിടങ്ങളും ആ മരം കൊണ്ട് പണിത ഇപ്പോഴും ആ ആ ഹാൻഡ് റെയിലുകളിൽ പൂക്കൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ആ മരക്കെട്ടിടങ്ങൾ, ആ ട്രഡീഷണൽ ശൈലി പണിത കെട്ടിടങ്ങൾ, പിന്നിലെ ആ പുല്ലുമേടുകളുള്ള ആ മലനിരകൾ, തടാകങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നല്ലേ. അവരതൊരു 200 കൊല്ലമായിട്ട് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതിന്. അതേപോലെ തന്നെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. കാശ്മീരിലെ ജനങ്ങൾക്കും ഒരു എസ്തെറ്റിക് ബോധം വേണം. മനസ്സിലായില്ലേ? 2, വൃത്തി. മഹാവൃത്തിയുടെ പല സ്ട്രീറ്റുകളും പല ഭാഗങ്ങളും. ഈ 2 കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കാശ്മീരിനെ നമുക്ക് സ്വിറ്റ്സർലൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ഇത്തരത്തിൽ ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനത്തെ ഒരു മാറ്റം? ഇന്ത്യയിൽ ആ ഒരു മാറ്റമൊക്കെ വലിയ പാടാണ്. കാരണം നമ്മുടേത് ഈ പറഞ്ഞ ആളുകളെ പ്ലീസ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ഭരണാധികാരികളുടെയും വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ കർശനമായ തീരുമാനം എടുത്താൽ തന്നെ ജനങ്ങൾ അതിനെതിരാകും, പ്രതിപക്ഷം അതിനെതിരാകും, അല്ലേ? ഇപ്പോൾ ഒരു ചേരി പൊളിച്ചു കളഞ്ഞ അവിടെ പുതിയ നല്ല ഫെസിലിറ്റി ഉള്ളൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇവർക്ക് പകരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിനെ പ്രതിരോധിക്കുന്ന ജനമാണ് നമ്മുടേത്, അല്ലേ? അങ്ങനെയല്ലായിരുന്നെങ്കിൽ ബോംബെയിലെ ധാരാവി എന്നേ മനോഹരമായേനെ. സത്യം. അതിന് ഓപ്ഷൻസ് എന്തെല്ലാം പറഞ്ഞതാ. അവിടെ താമസിക്കുന്നവർക്കെല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കാം, അതവരെ എല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പ്രോജക്റ്റുകൾ വന്നു. ഇപ്പം പോലും നമ്മൾ ബോംബെയിലേക്ക് വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഈ വൃത്തികെട്ട ചേരികളുടെ ആ മുകളിൽ കൂടെ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു വിദേശിക്ക് ഇന്ത്യയെക്കുറിച്ച് മതിപ്പുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞാനൊരു സംശയമായിട്ട് ചോദിക്കുന്നതാണ്, ധാരാവിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി ഒരു ആർട്ടിക്കിൾ പോലെ ഇങ്ങനെ വായിച്ചതാണ്. ധാരാവിൻ്റെ അകത്തുള്ള ഒരുപാട് റിച്ച് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വായിക്കുകയുണ്ടായി. അപ്പം അത് നമ്മുടെ ആ ഒരു മുംബൈയിലെ ആ ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം റിച്ച് ആവാനും ഒരു ഇടത്ത് കുറേ ആളുകൾ ജീവിക്കാനും വൃത്തികേട് അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല, ഒരിക്കലും അല്ല. മാലിന്യം അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല.
മനുഷ്യന് ജീവിത സാഹചര്യങ്ങൾ കക്കൂസ് പോലും ഇല്ലാത്തൊരു സാഹചര്യം വേണമെന്ന് നിർബന്ധമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അതൊക്കെ മാറണമെന്ന് അവിടെ ജീവിക്കുന്നവർക്ക് ആഗ്രഹമല്ലേ? നമുക്ക് ഏത് മോശത്തിലും നന്മയുടെ അംശങ്ങൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളോ അവിടെ ഉണ്ടാക്കുന്ന തൊഴിലിനെ കുറിച്ചൊക്കെ പറയാം. ഇതൊക്കെ നല്ല സാഹചര്യം കൊടുത്താലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ആ നല്ല സാഹചര്യത്തിൽ ഇതൊക്കെ തുടർന്നാൽ മതി. അപ്പൊ ഈ പറഞ്ഞ ഈ ടാർപോളിൻ വലിച്ചു കെട്ടിയ, ഈ ചോർന്നൊലിക്കുന്ന, അഴുക്ക് ജലം ഒഴുകുന്ന, ഈ ഇടനാഴികളുള്ള, മര്യാദയ്ക്ക് ഒരു കക്കൂസ് പോലും ഇല്ലാത്ത, ഒരു മുറിക്കകത്ത് 8 or 10 ആളുകളെ അടുക്കിയിട പോലെ ഇടുന്ന, ഞാൻ അതിനകത്തൂടെ നടന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാ. സഞ്ചാരം ഞാൻ കാണിച്ചിട്ടുള്ളതാ. നിങ്ങളോ ഞാൻ അവിടെ പോയി താമസിക്കില്ല ഒരു നിവൃത്തികേടില്ലെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മനുഷ്യർ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നു. അതിനകത്ത് ചെറിയ നന്മകളുണ്ടാവാം. അത് എവിടെയുണ്ട്, ഏത് നരകത്തിലുണ്ടാവുമല്ലോ നന്മകൾ. സാർ ഇപ്പം ധാരാവിന്റെ അകത്താണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെതർ മാനുഫാക്ചറിംഗ്. ഞാനതാ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾ ജീവിക്കുന്നു. അവരെങ്ങനെയും ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം പണി ചെയ്യുമോ അതെല്ലാം ചെയ്യുന്നു. അപ്പൊ അവർക്ക് പൈസ വരുമ്പോൾ ഒരു മാറ്റം അവരും ആഗ്രഹിക്കുന്നില്ല എന്നാണോ? അതാ ഞാൻ പറഞ്ഞത്. പൈസ അവരാഗ്രഹിക്കാത്ത കൊണ്ടല്ല. അവിടുത്തെ ഓരോ കുടുംബമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലി സംസാരിച്ചാൽ അവരൊക്കെ ഈ സൗകര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ ഈ സീരിയൽ കാണുമ്പോൾ കാണുന്ന ബംഗ്ലാവുകളിലകത്തെ ജീവിതമാണ് കാണുന്നത്. അവരെന്തുകൊണ്ടാണ് ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നത്? അവർക്ക് പറ്റാത്തൊരു ജീവിതം അവരാഗ്രഹിക്കുന്ന സ്വപ്നം കാണുകയാണത്. അത് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചില ഗ്രൂപ്പുകളുണ്ട് അവരെ നിയന്ത്രിക്കുന്ന. ആ അധോലോക അല്ലെങ്കിൽ ആ ധാരാവി എന്ന് പറയുന്ന ആ ചേരി പ്രദേശം അങ്ങനെ നിലനിന്നാൽ കച്ചവട സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. ഇങ്ങനെ അശരണായ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചില ഇൻഡസ്ട്രികൾ അവിടെ വളരുന്നുണ്ട്. നിസാര കൂലി കൊടുത്താൽ അവൻ വന്ന് പണിയും. അയ്യോ, അത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലെതറും മറ്റേതും ഒക്കെ അങ്ങനെ ഉണ്ടായതാ. വളരെ തുച്ഛമായിട്ടുള്ള. അങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വരുന്ന പശ്ചിമ ബംഗാളുകാരന് നല്ല അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിക്കാൻ തുടങ്ങുന്ന അവന്റെ കൂലിയും മാറില്ലേ? അവൻ ഈ പറഞ്ഞ ഈ ഷെഡുകളിൽ അവര് താമസിക്കുന്ന ഇവിടെ അതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങളിലല്ലേ? അതുകൊണ്ടല്ലേ അവനൊരു മാസം 15,000 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പം ഈ സൗകര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറരുതെന്ന് ചിന്തിക്കുന്ന സിസ്റ്റമുണ്ട് നഗരങ്ങളിൽ. ചില അധോലോകങ്ങൾ എന്ന് വിളിക്കുന്ന അതിനെയൊക്കെയാണ് നമ്മൾ. അവരെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന പാർട്ടികൾ, രാഷ്ട്രീയം, അല്ലാത്ത സാമ്പത്തിക ശക്തികൾ ഒക്കെ ഉണ്ടെന്ന് എല്ലാ നഗരങ്ങളിലും. നമ്മളതിൻ്റെ ഒരംശം മാത്രം എടുത്തിട്ട് അതിനെ കാണരുത്. ഇനി മേഘാലയ ഞാൻ പോയിട്ടില്ല. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ആസാം വരെ പോയിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഇനിയും നിലനിർത്തണമല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഞാനങ്ങനെ റിസർവ് ചെയ്തിരിക്കുക. കാരണം എന്താ പ്രശ്നം, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ ഏത് സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം അതെല്ലാം ഞാൻ ഓൾമോസ്റ്റ് അന്റാർട്ടിക്ക മുതൽ നോർത്ത് പോൾ വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അലാസ്ക മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ജപ്പാൻ, ചൈന, കൊറിയ. നിങ്ങൾ ഇനി ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിൽ പോയിട്ടില്ലെന്നല്ല, ആ രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ കോപ്പി തന്നെയാണ്. അതുകൊണ്ട് അവിടെ പോകാത്തത്. ഇനിയും പോവുകയില്ലെന്നല്ല, അവിടെ എന്തെങ്കിലും എന്നെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളുണ്ടെ പോവും. പക്ഷേ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനിയും എനിക്ക് പോകാനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന നാടാണ് ഇന്ത്യ. അപ്പോൾ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പോകും ക്രമേണ. അടുത്ത ഒരു 5-6 വർഷം കൊണ്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അടുത്ത വർഷം തന്നെ പോയിരിക്കും. കൊൽക്കത്ത ഞാൻ പോയതാണ്. പക്ഷേ കൊൽക്കത്ത എനിക്ക് ഒട്ടും ഒരു പോസിറ്റീവ് എനർജി തന്ന സിറ്റി അല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മാത്രം ഉണ്ടായ ഒരു ഫീലാണെന്ന് അറിയത്തില്ല. ഒരു നരച്ച, ഒരു മുഷിഞ്ഞ നിറവും, ഒരു ഇരുണ്ട തെരുവുകളും ഇരുണ്ട കാഴ്ചകളും, ആർക്കും വേണ്ടാതെ ആർക്കോ വേണ്ടി ഓടുന്ന കുറേ ട്രാമുകളും, ഒരു വൃത്തിയുമില്ലാതെ ഒരു ഭംഗിയില്ലാത്ത, ലോകത്ത് ഇത്രയും വൃത്തികെട്ട ട്രാം എന്ന് പറഞ്ഞൊരു ഗതാഗത സംവിധാനം ലോകത്ത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ചില ജ്വൽസ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ എന്താണ് വിക്ടോറിയ, ഈ ബ്രിട്ടീഷുകാർ പണിത ചില സാധനങ്ങൾ ഇപ്പോഴും അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു അത്ഭുതം. ആ ഹൗറ ബ്രിഡ്ജ് അങ്ങ് ഇറങ്ങി വരുന്നത് പക്ഷേ ഈ ഹ്യൂബ്ലി നദിയുടെ തീരത്തേക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട പാടം പോലെയാണ് കിടക്കുന്ന നദീതീരം. ചെളി, കറുത്ത കട്ട പിടിച്ച ചെളി. ഇതിനകത്ത് പൂജ അർപ്പിക്കാൻ പൂജാരിമാർ പോകുന്നുണ്ട്. ഈ ചെളിക്കകത്തൂടെ ഇങ്ങനെ നീന്തി പോയിട്ട് അങ്ങേറ്റത്ത് പോയി വെച്ചിട്ട് ആ വെള്ളം കോരി ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ചിന്തകൾ, പുണ്യം, തീർത്ഥം എന്നൊക്കെ പറയുന്നത് ഈ ചെളിവെള്ളമാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇവര് കർമ്മങ്ങൾ ചെയ്യുന്നൊക്കെ കാണുന്ന വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിനകത്ത് എങ്ങനെ ഇവർക്ക് അപ്പോൾ സ്ഥിരം ഇതിനകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ അറപ്പില്ലാതാകുന്നതായിരിക്കാം. മുട്ടോളം ചെളിയിലാണ് ഈ നദീതീരം മുഴുവൻ പല സമയത്തും. അപ്പം എന്നെ ഒട്ടും ഇംപ്രസ് ചെയ്തൊരു നഗരമല്ല കൽക്കട്ട. കൽക്കട്ടയുടെ ചരിത്രം എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ജീവിച്ച ആളുകൾ എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് മുതൽ മദർ തെരേസ വരെ
അല്ലെങ്കിൽ ജ്യോതിബാസു മുതൽ ഇവർ വരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെയുള്ള ആളുകളുടെ ഒക്കെ ജീവിതം എനിക്കറിയാം. അവർ ജീവിച്ച തെരുവുകൾ എനിക്കറിയാം. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ എനിക്കറിയാം. അവിടുത്തെ തെരുവ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു പുരോഗതി നമ്മുടെ കണ്ണിൽ കാണാത്ത, അല്ലെങ്കിൽ പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരം എന്ന് ചോദിച്ചാൽ കൽക്കട്ടയല്ലേ. അതെ, ശരി. ഞാൻ അംബാസഡറിന്റെ പൂട്ടിപ്പോയ ഫാക്ടറി പോയിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ. ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുക, പഴയ ഒരു ശ്മശാനം പോലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 70കളിലും 80കളിലും ഒരു അംബാസഡർ കാർ കിട്ടാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുമായിരുന്നു. കൽക്കട്ടയിൽ പോയി അംബാസഡർ കാർ എടുത്തുകൊണ്ട് വന്ന ആളുകൾ മരങ്ങാട്ടുള്ളിയിലുണ്ട്. കാറിന്റെ അതിന്റെ ടേൺ ആകുമ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് ഇവിടം വരെ ഓടിച്ചു വരുന്നവർ. ആ അംബാസഡർ കമ്പനി പൂട്ടി കാട് പിടിച്ച് കിടക്കുന്നത് ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരമാണ് കൽക്കട്ട, പൂട്ടിപ്പോയ പ്രത്യയശാസ്ത്രങ്ങളുടെയും. വാരണാസി വൃത്തിയുള്ളൊരു നഗരമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അത് പ്രധാനമന്ത്രിയുടെ നിയോജകമണ്ഡലമാണെന്നും പിന്നെ അതൊരു തീർത്ഥാടന കേന്ദ്രവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുമ്പം ലോകത്തിന് മുമ്പിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വാരണാസിക്ക് വേറൊരു ഫിലോസഫിക്കൽ ഒരു തലമുള്ള, അത് കാണാൻ കഴിയുന്ന ഒരാൾക്ക് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു മൃതദേഹം പോലും ഒരിടത്ത് കണ്ടാൽ, ഒരു നദിയിലൊരു മൃതദേഹം കണ്ടാൽ നമ്മുടെ പോലീസ് അവിടെ ഉണ്ടാവും, അതൊരു അന്വേഷണമാകും, വാർത്തയാകും, അവിടെ പലവിധ കാര്യങ്ങളാകും. ആ മൃതദേഹം ആരുടേതെന്നും എന്തുകൊണ്ടാണ് അവിടെ മൃതദേഹം വന്നു എന്നും കണ്ടുപിടിക്കുന്നിടം വരെ നമ്മൾ ഉറങ്ങില്ല, അല്ലേ? സമൂഹം പോലും അതിൻ്റെ പുറകെ നിൽക്കും. അവിടെ അങ്ങനെയല്ല. നിങ്ങൾ വാരണാസിയിൽ ചെന്നാൽ ചിലപ്പോൾ ഗംഗയിൽ കൂടെ പല മൃതദേഹങ്ങൾ ഒഴുകുന്ന കാണാം, ആർക്കും വേണ്ടാതെ. എവിടെയോ ഗംഗയിൽ കൊണ്ടുവന്ന് സമാധിയായ ആളുകളാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടതാവാം. ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന ജീവിതക്രമങ്ങളും അച്ചടക്കവും അല്ലെങ്കിൽ ജീവിത വീക്ഷണവും ഒന്നും അല്ലാത്തൊരു ലോകം കാണാം. ചിതകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. ആളുകൾ ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ ഒരു 4-5 പേര് കൂടി അവരുടെ മാതാപിതാക്കളുടെ ആയിരിക്കാം, സഹോദരങ്ങളുടെ ആയിരിക്കും ഒരു മൃതദേഹം കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കുറേ എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നു, മൃതദേഹം കൂടി ഏൽപ്പിക്കുന്നു, കുറേ കത്തുന്നു, ബന്ധുക്കളും പോകുന്നു. അവർ പോയ ഉടനെ ഈ പകുതി കത്തിയതോ 3/4 കത്തിയതോ എടുത്ത് ആറ്റിലേക്ക് തട്ടുന്നു, ആ വിറകിൻ്റെ ബാക്കി എടുത്ത് അടുത്തയാക്കുള്ള ചെയ്ത് ഒരുക്കുന്നു. ഇതും നിങ്ങൾക്ക് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ നിരവധി ഘട്ടുകളിൽ ഇങ്ങനെ ഒരേ സമയം ഇത് പോവുകയാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ വാരണാസിയുടെ ഉൾത്തെരുവിലൂടെ നടന്നാൽ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ധാരാളം കാർന്നോമാരെ കാണാൻ പറ്റും. അവിടെ വെച്ച് മരിക്കണമെന്ന ആഗ്രഹത്തോടെ അവിടെ തങ്ങുന്നവരെയും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കൊരു തീർത്ഥാടനത്തിന് പോകാമെന്ന് പറഞ്ഞ് മാതാപിതാക്കളുമായിട്ട് വന്ന്, അമ്മയുമായിട്ട്, വൃദ്ധയായ അമ്മയായിരിക്കാം, ചിലപ്പോൾ വൃദ്ധയായ അച്ഛനാവാം, അവരിവിടെ കൊണ്ടുവന്നിട്ട് മക്കൾ മുങ്ങിക്കളയുന്ന ജീവിതങ്ങളെ കാണാം അവിടെ. ഇങ്ങനെ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വാരണാസിയെ ഇങ്ങനെ അടുത്തറിയാൻ, എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകമാണ്. ഒരു 25 സിനിമയ്ക്കുള്ള കഥകൾ കിട്ടും അവിടെ, കാഴ്ചകൾ കിട്ടും നിങ്ങൾക്ക് അവിടെ. ഒപ്പം ആത്മീയതയുടെ വേറൊരു തലം നിങ്ങൾക്ക് മനസ്സിലാവും. വാരണാസി ഞാൻ 2-3 തവണ പോയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഞാനിങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ധ്യാനിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യരെ നിരീക്ഷിച്ച് നടക്കുന്നത് എനിക്കിഷ്ടം. അവിടെ സ്പിറ്റി വാലി ഞാൻ പോയിട്ടില്ല. ഓക്കെ. ഞാൻ മാന വില്ലേജ് എന്ന് പറഞ്ഞ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഹിമാചലിലാണോ? ബദരീനാഥിന് അപ്പുറത്ത് ഇന്ത്യയുടെ ഒരു അതിർത്തി ഗ്രാമമുണ്ട്, മാന വില്ലേജ് എന്ന് പറയും, മാന ഗ്രാമം. അവിടം വരെയാണ് ഞാൻ വടക്കോട്ട് ടിബറ്റിൻ്റെ അതിര് വരെ ഇന്ത്യക്കകത്തൂടെ പോയിട്ടുള്ളത്. പഞ്ചാബ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ ഗോതമ്പ് പാടങ്ങൾ, കൃഷിയിടങ്ങൾ ഒക്കെ കാണുന്ന സ്ഥലം. പഞ്ചാബിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അമൃത്സറാണ്. അതിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് സുവർണക്ഷേത്രമാണ്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പം പുതിയ ക്ഷേത്രങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആ ശൈലിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അക്ഷർധാം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ പ്രൊഫഷണലാണ്, വൃത്തിയാണ്, ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ക്ഷേത്ര നഗരം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുവർണക്ഷേത്രമാണ്. നമ്മുടെ എല്ലാ ആരാധനാലയങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു സ്ഥാനമാണ്. വൃത്തി, ഏത് നേരവും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. അതിഗംഭീരമായ ആംബിയൻസ്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ അവിടെ വരുന്ന എത്ര തീർത്ഥാടകരുണ്ടെങ്കിൽ അവർക്കെല്ലാം 3 നേരം ഭക്ഷണം. 1000കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം. അതെല്ലാം നല്ല ചിട്ടയോടെ, ക്രമത്തിൽ. ആർക്കും ഭക്ഷണം കിട്ടാതെ വരുന്നില്ല, ആർക്കും ഒന്നും തികയാതെ വരുന്നില്ല.
അവിടെ പ്ലേറ്റുകൾ വരുന്നു, വിളമ്പുന്നു, പ്ലേറ്റ് മാറുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, പാചകവിശേഷം നടക്കുന്നു. ഇതെല്ലാം അവിടുത്തെ ഭക്തർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരാണ് ഇത് നയിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ലാതെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ സുവർണക്ഷേത്രം. ഇനി അവസാനമായിട്ട് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നഗരം ഇന്ത്യയിൽ ഏറ്റവും പ്രിയപ്പെട്ട നഗരമെന്ന് ഞാൻ ഇനിയും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ നഗരത്തിലും ചെല്ലുമ്പോൾ ചില ഭാഗങ്ങൾ എന്നെ ഇഷ്ടപ്പെടുത്തും. ഇപ്പോൾ എനിക്ക് വിശാഖപട്ടണം ഞാൻ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് തോന്നി വളരെ രസമുള്ളൊരു പട്ടണമാണല്ലോ. വിശാഖപട്ടണത്തിന് ഒന്ന് നല്ല കടൽത്തീരമുണ്ട്, നല്ല സുന്ദരമായ സ്ഥലമാണ്. എനിക്ക് ഈ കടൽത്തീരങ്ങളും വൃത്തിയുള്ള കടൽത്തീരങ്ങളുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണ്. നമ്മുടെ പല നഗരങ്ങൾക്കും കടൽത്തീരങ്ങളുണ്ടെങ്കിലും വൃത്തിയില്ല. ഈ അഴുക്കെല്ലാം ചെന്ന് കടലിലേക്കായിരിക്കുമല്ലോ ചെല്ലുക. പക്ഷേ കുറച്ചുകൂടെ വൃത്തിയുള്ള സുന്ദരമായ കടൽത്തീരങ്ങളാണ് വിശാഖപട്ടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതിനേക്കാൾ നല്ല സ്ഥലങ്ങൾ പിന്നെ പണ്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഗോവയൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത്രയും വെറുക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ലാതായി. വൃത്തികേടും എന്തിനാണ് ടൂറിസ്റ്റുകൾ ഗോവയ്ക്ക് പോകുന്നത് എനിക്കിപ്പോൾ അത്ഭുതമാണ്. കാരണം നമ്മളെ വിഷ്വലി അല്ലെങ്കിൽ പ്രകടമായി ഇമ്പ്രസ് ചെയ്യുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല. പിന്നെയുള്ളത് നമുക്ക് കാണാൻ കഴിയാത്ത ചില സന്തോഷങ്ങൾ അവിടെ ഇവിടെ കിട്ടുന്നുണ്ടാവാം. അതായിരിക്കും ഇപ്പോൾ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം സർ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പായി വരുവാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മുടെ നാട്ടിൽ വളരെ ഡെവലപ്ഡ് ആയി എന്ന് തോന്നുന്ന ഒരു എന്താ പറയുക ഫീച്ചർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സാറിന് എന്താ തോന്നുന്നത്? ഡെവലപ്ഡ് ആയി എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോക നിലവാരത്തിൻ്റെ ചില സൂചനകൾ പലയിടത്തും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചി മെട്രോ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇനിയും വൃത്തിയായിട്ട് വേണം. ആദ്യത്തെ ഒരു ശുഷ്കാന്തി ഒന്നും ഇപ്പോൾ ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, പിന്നെ ഈ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഊരാളുങ്കൽ. ഈ ഊരാളുങ്കലിൻ്റെ ഒരു കൾച്ചറൽ സെൻറ്റർ തിരുവനന്തപുരത്തുണ്ട്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അതിമനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവർ ചെയ്യുന്ന ഇത്തരം ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രൊഫഷണലി മാനേജർ. അത് കോഴിക്കോട് അതുപോലെ തന്നെ നമ്മുടെ പഴയ കുഞ്ഞാലിമരക്കാരുടെ ആ സ്ഥലത്ത് ഗംഭീരമായ ഒരു ആർട്ട് വില്ലേജ് ഉണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഒരു ലോക നിലവാരത്തിൽ നിർമ്മിക്കുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെ മാതൃകയാക്കിയാൽ മതി ബാക്കി സ്ഥലങ്ങളൂടെ. ഇത്തരം സ്ഥലങ്ങളുണ്ടല്ലോ. ഈ ടെക്നോ പാർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് ഒരു ആംബിയൻസിലേക്ക് ആ കഴക്കൂട്ടം കഴിഞ്ഞുള്ള ആ ഭാഗമൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. നമ്മൾ ഒരു കൊറിയൻ പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും.